കമൽ സാറ് ചിലപ്പം പഴയ കാലത്തെ വലിയ സംവിധായകനൊക്കെ ആയിരിക്കാം. പടത്തിന് ശരിക്കും വിവേകാനന്ദൻ വൈറലാണ് നല്ല പേരിടേണ്ടിയിരുന്നത്. വിവേകാനന്ദൻ ഞരമ്പനാണെന്നോ വിവേകാനന്ദൻ മഹാ വെറുപ്പിക്കലാണെന്നോ ഒക്കെ ആയിരുന്നു പേരിടേണ്ടത്. സ്യൂഡോ ടോക്സിക് ഫെമിനിസ്റ്റുകൾക്ക് രോമാഞ്ചം ഉണ്ടാകുന്ന തരത്തിലുള്ള കുറേ പൈങ്കിളി സീനുകൾ കുത്തി നിറച്ചിട്ടുണ്ട്. സംവിധായകൻ കമൽ ജനിച്ച കാലത്തുള്ള കുറേ കോമഡിയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ചിരിപ്പിക്കാൻ അവർ ശ്രമിക്കുന്നുണ്ട്. ഈ ചിത്രത്തിലെ സീരിയസ് സീനൊക്കെ വൻ കോമഡിയും കോമഡി സീനൊക്കെ വൻ ട്രാജഡി ആയിട്ടാണ് തിയേറ്ററിൽ നമുക്ക് ഫീൽ ചെയ്തത്. നൊസ്റ്റാൾജിയ ഹിറ്റ് മേക്കർ കമൽ സാറിൻ്റെ വിവേകാനന്ദൻ വൈറലാണെന്ന പുതിയ സിനിമ കണ്ടു. കുറ്റബോധമുണ്ട്. ഷൈൻ ടോം ചാക്കോ, ഗ്രേസ് ആൻ്റണി, സ്വാസിക, ജോണി ആൻ്റണി തുടങ്ങിയവരാണ് ഈ പടത്തിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. ടൈറ്റിൽ ക്യാരക്ടറായ വിവേകാനന്ദനെ അവതരിപ്പിച്ചിരിക്കുന്നത് ഷൈൻ ടോം ചാക്കോയാണ്. പണ്ട് കാലത്തെ ഭയങ്കര സംഭവം എന്ന് അവകാശപ്പെടുന്ന കമൽ സാറ് എനിക്ക് ന്യൂ ജനറേഷൻ പിള്ളേരെ പോലെ പുതിയ ട്രെൻഡിൽ സിനിമയൊക്കെ എടുക്കാൻ അറിയാമെന്ന് കാണിക്കുന്ന ഒരു പാഴ് ശ്രമമായിട്ടാണ് വിവേകാനന്ദൻ വൈറലാണ് എനിക്ക് തോന്നിയത്. പുരോഗമന സിനിമയുടെ ട്രാക്കിൽ കയറാൻ വേണ്ടിയിട്ടായിരിക്കണം കമൽ സാറ് ഒരു ഓയ ബേബെ ബെഡ്റൂം സീനിലാണ് പടം തുടങ്ങുന്നത്. കമൽ സാറിൻ്റെ ഡയറക്ടർ ബ്രില്യൻസ് കാണിക്കാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു തുടക്കത്തിൽ കുറച്ച് നേരം അവിടെ എവിടെയും തൊടാതെ കഥ മുന്നോട്ട് കൊണ്ടുപോകും. അന്തവും കുന്തവും അല്ലാതെ തിയേറ്ററിൽ നമ്മളത് കണ്ടിരിക്കും. എന്തിനോ വേണ്ടി കുറേ മരുന്നും കഷായവും ലേഹ്യവും ഒക്കെ കഴിക്കുന്ന നിർഗുണ പരബ്രഹ്മമാണ് ഷൈൻ ടോം ചാക്കോ അവതരിപ്പിക്കുന്ന വിവേകാനന്ദൻ. എന്നാ ലേഹ്യ അത് മോളെടുത്ത് കഴിച്ച അവള് തൂറ്റലോട് തൂറ്റല. വീണ്ടും ഡയറക്ടർ ബ്രില്യൻസിൻ്റെ ഭാഗമായിട്ടാണെന്ന് തോന്നുന്നു ഏതൊക്കെയോ വീട്, അതൊക്കെ അങ്ങേരെ വീട്, ഏതാണ് അങ്ങേരെ വീടെന്ന് നമുക്ക് മനസ്സിലാകുകയില്ല. ഏതാണ് അങ്ങേരെ വീടെന്ന് മനസ്സിലാക്കാൻ നമുക്ക് കുറച്ച് സമയം എടുക്കും. പോരാത്തതിന് സന്തോഷ് പണ്ഡിറ്റ് സിനിമയിലെ പോലെ തലങ്ങും വിലങ്ങും നായികമാർ, അതിൽ വന്നു പോണ പെണ്ണുങ്ങളൊക്കെ നായികമാരെ പോലെയാണ്. പടത്തിന് ശരിക്കും വിവേകാനന്ദൻ വൈറലാണ് നല്ല പേരിടേണ്ടിയിരുന്നത്. വിവേകാനന്ദൻ ഞരമ്പനാണെന്നോ വിവേകാനന്ദൻ മഹാ വെറുപ്പിക്കലാണെന്നോ ഒക്കെ ആയിരുന്നു പേരിടേണ്ടത്. അത്യാവശ്യം കൊള്ളാവുന്ന രീതിയിൽ ബോറടിപ്പിച്ച ഫസ്റ്റ് ഹാഫ് കഴിയുമ്പം സെക്കൻഡ് ഹാഫിൽ പടം ഒരു അൾട്രാ പ്രോമാക്സ് ഫെമിനിസ്റ്റ് സീരിയൽ ലെവലിലോട്ട് മാറുകയാണ്. പിന്നെ പൈങ്കിളി ക്രിഞ്ച് സീനുകൾ കൊണ്ട് ആറാടുകയാണ്. സ്യൂഡോ ടോക്സിക് ഫെമിനിസ്റ്റുകൾക്ക് രോമാഞ്ചം ഉണ്ടാകുന്ന തരത്തിലുള്ള കുറേ പൈങ്കിളി സീനുകൾ കുത്തി നിറച്ചിട്ടുണ്ട്. ഈ പടം ആരെങ്കിലും എടുത്തിട്ട് OTT വന്നാൽ ഫെമിനിസ്റ്റ് നാട്ടുകാർക്ക് ആഘോഷിക്കാൻ മാത്രമുള്ള വകുപ്പ് ഹാഫ് ടൈമിന് ശേഷമുണ്ട്. കോമഡി സ്കിറ്റുകളുടെ അവസാനം ഗുണപാഠം പറയുന്ന പോലെ, പുട്ടിന് വീര പോലെ, കിൽസോളികൾക്ക് ആഘോഷമാക്കാൻ പറ്റുന്ന തരത്തിലുള്ള സ്ത്രീപക്ഷപരമെന്ന് തോന്നിക്കുന്ന കുറേ പൈങ്കിളി രോമാഞ്ചം ഡയലോഗുകൾ ഹാഫ് ടൈമിന് ശേഷം തള്ളി കയറ്റുന്നുണ്ട്. സംവിധായകനും എഴുത്തുകാരനും മാസാവുമെന്ന് കരുതിയിട്ട് ഉൾക്കൊള്ളിച്ചിട്ടുള്ള കുറേ ഡയലോഗുകൾക്ക് തിയേറ്ററിലാകെയുള്ള 4-3-7 ആൾക്കാർ വട്ടത്തിലിരുന്ന് ചിരിക്കുന്നതാണ് കണ്ടത്. മൈ ബോഡി മൈ റൈറ്റ്, മൈ ബോഡി മൈ റൈറ്റ് എന്ന് മിനിറ്റിന് വന്നു പോണ പല സ്ത്രീ കഥാപാത്രങ്ങളും പറയുന്നുണ്ട്. വളരെ മികച്ച രാജ്യത്തിനെ വളരെ കോമഡി ആയിട്ട് അവതരിപ്പിച്ചിരിക്കുന്ന ഒരു കാഴ്ചയാണ് സംവിധായകൻ ഒരുക്കി വെച്ചിരിക്കുന്നത്. ഒടിയാൻ കണ്ടിരുന്ന സമയത്ത് എല്ലാവരും ആഘോഷിക്കുന്ന ഒരു വാക്കാണല്ലോ മാണിക്ക കുറച്ച് കഞ്ഞി എടുക്കട്ടെ എന്ന്. ആ ഡയലോഗിനെ അനുസ്മരിക്കുന്ന വിധമായിരുന്നു ഈ പടത്തിലുള്ള മൈ ബോഡി മൈ റൈറ്റ്സ്. ഹാഫ് ടൈമിൽ കുറച്ച് നേരം കഴിഞ്ഞിട്ട് കുറേ കോമഡി പീസ് പോലീസുകാർ വരും. സംവിധായകൻ കമൽ ജനിച്ച കാലത്തുള്ള കുറേ കോമഡിയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ചിരിപ്പിക്കാൻ അവർ ശ്രമിക്കുന്നുണ്ട്. ഈ ചിത്രത്തിലെ സീരിയസ് സീനൊക്കെ വൻ കോമഡിയും കോമഡി സീനൊക്കെ വൻ ട്രാജഡി ആയിട്ടാണ് തിയേറ്ററിൽ നമുക്ക് ഫീൽ ചെയ്തത്. മാസ് ആവണം എന്ന് വിചാരിച്ചെഴുതിയ ഊള ഡയലോഗുകളുടെ ഘോഷയാത്രയാണ് സെക്കൻഡ് ഹാഫ് മുഴുവനും. കൂടാതെ കുറേ സീരിയൽ നിലവാരം വരുന്ന ട്വിസ്റ്റ് കഥാപാത്രങ്ങളും. അതുകൂടാതെ ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടായ കഥാപാത്രത്തെ കാണിച്ചിട്ട് ഇവരാണ് യഥാർത്ഥ ഫെമിനിസ്റ്റ്, ഇവരിലാണ് യഥാർത്ഥ ഫെമിനിസം എന്നൊക്കെ കുറേ തള്ളുന്നുണ്ട് സംവിധാനം. അതുകൊണ്ട് എന്താണ് ഉദ്ദേശിച്ചത്? നമ്മളിങ്ങനെ സെക്കൻഡ് ഹാഫ് കഴിഞ്ഞ് കുറേ മുന്നോട്ട് വരുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതൊരു ഫെമിനിസ്റ്റ് സിനിമയാണെന്ന് വിചാരിക്കും. സത്യം പറഞ്ഞാൽ ഇതൊരു ഫെമിനിസ്റ്റ് സിനിമയല്ല, ഫെമിനിസ്റ്റുകളെ അപമാനിക്കാൻ വേണ്ടിയിട്ട് സംവിധാനം എടുത്തൊരു സിനിമയാണ്. ക്ലൈമാക്സിനോട് എടുക്കുമ്പോൾ 2 സീനുകളുണ്ട്. ആ സീനിൽ നമുക്ക് മനസ്സിലാവും ഇതൊരു ഫെമിനിസ്റ്റ് സിനിമയല്ല, സത്യത്തിൽ ഫെമിനിസ്റ്റുകളെ അപമാനിക്കാൻ വേണ്ടി സംവിധായകൻ മനഃപൂർവ്വം ചെയ്തതാണെന്ന്. പണ്ടൊരു ചൊല്ലുണ്ട്, ശുദ്ധം ദുഷ്ടൻ്റെ ഫലം ചെയ്യുന്നു എന്ന് പറഞ്ഞ പോലെ സംവിധായകൻ ശുദ്ധ മനസ്സ് ചെയ്തതായിരിക്കും, പക്ഷേ അതിൻ്റെ റിസൾട്ട് വന്നിരിക്കുന്നത് സ്ത്രീകളെ ഒന്നടക്കം അപമാനിക്കുന്ന തരത്തിലാണ്. കമൽ സാർ ചിലപ്പം പഴയ കാലത്തെ വലിയ സംവിധായകനൊക്കെ ആയിരിക്കാം, പക്ഷേ ഇന്നത്തെ കാലത്തെ സിനിമയെക്കുറിച്ച് കമൽ സാർ പഠിക്കേണ്ടതുണ്ട്. അല്ലാണ്ട് ചെയ്താൽ ഈ സിനിമയുടെ അവസ്ഥയായിരിക്കും നിങ്ങളുടെ മുന്നോട്ടുള്ള സിനിമകൾക്കും. സ്വരം നന്നാകുമ്പോൾ പാട്ട് നിർത്താമെന്ന് കേട്ടില്ലേ? ഏതോ കാലത്ത് കമൽ സാർ ഈ പണി നിർത്തേണ്ട സമയം കഴിഞ്ഞിട്ടുണ്ട്.